ഈ ധന്യ മുഹൂർത്തത്തിൽ വളരെ പരിമിതമായ 2 വാക്കിലൂടെ ഞാൻ ആശംസകൾ നേരാൻ ആഗ്രഹിക്കുന്നത്, സംശയം വേണ്ട, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിട്ട് തന്നെ. കക്ഷി രാഷ്ട്രീയ വിഭാഗീയ ചിന്താഗതികൾക്കൊക്കെ അതീതമായി ഒട്ടേറെ ചരിത്ര സ്മരണകൾ അയവിറക്കുന്ന ഈ പൂനൂരിന്റെ മണ്ണിൽ മഹാനായ പണ്ഡിതൻ കാന്തപുരം ഉസ്താദിനെ നമ്മൾ നെഞ്ചേറ്റുകയാണ്, നമ്മൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഒരു മഹാപ്രസ്ഥാനം നട്ടുനനച്ച് പടർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമായി കേരളത്തിനകത്തും പുറത്തും ദേശീയ അന്തർദേശീയ തലങ്ങളിലും ഉയർന്നു നിൽക്കുകയാണ്. അതിന്റെ മഹാരഥനായ സാരഥിക്ക് നമ്മൾ നൽകുന്ന ഈ വരവേൽപ്പ് ഈ പ്രദേശം കൂടി ആദരിക്കപ്പെടുക തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്ക് അനൽപമായ സന്തോഷമാണുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മതരംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, ജീവകാരുണ്യ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത് നിഖില മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തെ ആദരിക്കുന്ന കാര്യത്തിൽ തീർച്ചയായും ഒരുപാട് സന്തോഷം തന്നെയാണുള്ളത് എന്നൊരിക്കൽ കൂടി ആവർത്തിച്ച് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ സമുദായത്തിന് പ്രകാശമായി നിലനിൽക്കുന്ന മഹത്തായ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് AP ഉസ്താദ് അവർകൾ. തൊട്ടതൊക്കെ പൊന്നാക്കി ചെല്ലുന്ന മേഖലകളിലൊക്കെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഉള്ള പ്രചാരണം നടത്തുന്നതോടൊപ്പം ഈ സമൂഹത്തെ ഒന്നായി കാണാൻ, മതവൈരി കൂടാതെ ഈ സമൂഹത്തെ ഒരുമിപ്പിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമം എത്ര ശ്ലാഘനീയമാണെന്ന് പറഞ്ഞാലും മതിയാവുകയില്ല. സർവമത മൈത്രിക്ക് വേണ്ടി അദ്ദേഹം ഉയർത്തുന്ന അദ്ദേഹത്തിന്റെ പണ്ഡിത ശ്രേഷ്ഠമായ സമരം, അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയാണ്. ഒരു പാവപ്പെട്ട സമുദായത്തെ ഉയർത്തുവാൻ അദ്ദേഹം നടത്തിയ സംഭാവനകൾ അവിസ്മരണീയമാണ്. ഓരോ ദിവസവും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വളരുന്ന ഒരു പ്രസ്ഥാനമുണ്ട് എങ്കിൽ AP ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന മഹത്തായ പ്രസ്ഥാനമാണ്. കണ്ണടച്ച് തുറക്കുന്നത് പോലെ വളർച്ചയാണത്. എത്രയോ ആളുകളാണ് മർക്കസിൽ വന്നു പോകുന്നത്. അത്ഭുതപ്പെട്ടു പോകും. തിരക്കിന്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്നപ്പോൾ പൂർണ്ണ അന്ധനായ ഒരു ചെറുപ്പക്കാരൻ വരികയാണ് ജോലിക്ക് വേണ്ടി. ആ വലിയ തിരക്കിന്റെ ഇടയും ക്ഷമയോടുകൂടി കണ്ണ് കാണാത്തവന്റെ തലയിലേക്ക് തലോടി അവനെ ആശ്വസിപ്പിച്ച് അവന് പ്രതീക്ഷകൾ കൊടുത്ത് അവന് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ഏൽപ്പിച്ചപ്പോൾ കാണാത്ത, എപ്പോഴും ഇരുട്ട് കാണുന്ന ആ കണ്ണിലെ പ്രകാശമായി AP ഉസ്താദ് അവരുകള് മാറുന്നതിന്റെ ദൃക്സാക്ഷിയായി ഞാൻ കണ്ടു. എല്ലാത്തിനേക്കാൾ ഉയരത്തിൽ നിന്നുകൊണ്ട് യഥാർത്ഥ ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങളെ ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ലോകത്തിന് മുഴുവൻ ഉത്തുംഗ മാതൃകയായ മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സന്ദേശങ്ങൾ ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു മഹത്തായ കർമ്മമാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ടീമുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന ഈ നേതൃത്വം, അവിടെ ഇരിക്കുന്ന ഈ നേതൃത്വം, എന്തൊരു വലിയ വ്യക്തിപ്രഭാവങ്ങളാണത്. മതസ്പർദ്ധ ഉണ്ടാക്കുവാനല്ല ഉസ്താദ് പഠിപ്പിച്ചിരിക്കുന്നത്. 10,000-കണക്കിന് ശിഷ്യഗണങ്ങൾ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. 1000-കണക്കിന് പള്ളികളുടെ മെമ്പറുകളിൽ നിന്ന് വെള്ളിയാഴ്ച അവരുടെ ശബ്ദം കേൾക്കുന്നു. എല്ലാ ഭാഗങ്ങളിലും പല സ്റ്റേജുകളിൽ അവരുടെ പ്രഖ്യാപനങ്ങൾ കേൾക്കുന്നു.
യഥാർത്ഥ രീതിയിൽ ഈ സമൂഹത്തെ കാണുന്നു, സ്നേഹിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് കാണുന്ന പ്രത്യേകത എന്താണെന്നറിയാമോ? ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല. എത്ര വിമർശിച്ചവരും എത്ര എതിർത്തവരും മുമ്പിൽ ചെന്നാലും സ്നേഹത്തോടുകൂടി അവരെ പരിചരിക്കുവാനും സ്നേഹിക്കുവാനുമുള്ള ആ മനസ്സുണ്ടല്ലോ, അതെവിടുന്ന് കിട്ടിയെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പിൻഗാമിയിൽ നിന്നും. കേരളത്തിന്റെ ഐശ്വര്യമാണ്, ഇത് വളരട്ടെ. ഞാനിതാ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലെ ജനസഹസ്രങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു. ഹിയർ ഈസ് കാന്തപുരം AP അബൂബക്കർ ഉസ്താദ്. When comes one another, ഇതുപോലൊരാൾ എന്ന് വരും. ഈ സിംഹാസനത്തിൽ ഇരിക്കുവാൻ യോഗ്യതയുള്ള ആരും ഇനി ഉണ്ടാവില്ല. അതാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം. ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് നയിക്കുവാനും ഈ സമൂഹത്തിന്റെ ചൈതന്യമായി ശക്തിയായി പോകുവാനും അല്ലാഹു അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്